സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ 63ാമത് ജനറൽ കൺവെൻഷൻ 2024 ജനുവരി 21 ഞായറാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 28-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ സഭ ആസ്ഥാനത്ത് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മൾ സമയം വേർതിരിക്കുകയാണ്. നമ്മോടൊപ്പം സഭയുടെ ബിഷപ്പ് അഭിമന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയും സഭയുടെ ആദരണീയരായിട്ടുള്ള സഭാ ചുമതലക്കാരും ബഹുമാന്യരായിട്ടുള്ള സഭാ കൗൺസിൽ അംഗങ്ങളും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരിൽ നിന്ന് കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കേൾക്കാം. അതിനായിട്ട് ഞാൻ അവരിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സഭയുടെ അഭിമന്യ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയുണ്ട്. കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് തിരുമേനി നമ്മോട് സംസാരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ 63ാമത് ജനറൽ കൺവെൻഷൻ പന്തലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പന്തലിലെ ക്രമീകരണങ്ങളൊക്കെ ഭംഗിയായി പുരോഗമിച്ചു വരുന്നു. എല്ലാ കാര്യങ്ങളും ഞായറാഴ്ചയോടെ റെഡിയായി. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് 63ാമത് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടന വേദി തയ്യാറാകുകയാണ്. എന്നോടൊപ്പം സഭാ കൗൺസിൽ അംഗങ്ങളും ബോർഡ് സെക്രട്ടറിമാരും ഒക്കെ ഈ കൺവെൻഷൻ പന്തലിൽ ഈ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഭാജനം പ്രാർത്ഥിക്കുകയും വളരെ താല്പര്യത്തോടു കൂടി ഏവരും കടന്നു വന്ന് 63ാമത്തെ ജനറൽ കൺവെൻഷൻ അനുഗ്രഹമാക്കി തീർക്കുകയും ഇത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും കൂട്ടായ്മയുടെ ശക്തിക്കും ദൈവനാമകത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഏവരും കടന്നു വരികയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സഭാ സെക്രട്ടറി അച്ഛൻ, സഭാ ട്രഷറർ അച്ഛൻ ഈ കാര്യങ്ങൾക്കൊക്കെ ചുമതല വഹിക്കുകയും മേൽനോട്ടം നൽകുകയും എല്ലാ കാര്യങ്ങളും ക്രമീകൃതമായി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം സഭയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ജനറൽ കൺവെൻഷൻ ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മീഡിയയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മോടൊപ്പം കൺവെൻഷൻ്റെ ജനറൽ കൺവീനറായിട്ട് നേതൃത്വം നൽകുന്ന സഭാ സെക്രട്ടറി എബ്രഹാം ജോർജ് അച്ഛനുണ്ട്. അച്ഛനും കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയുടെ 63ാമത് ജനറൽ കൺവെൻഷന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സഭാ കൗൺസിൽ അംഗങ്ങൾ എന്നോടൊപ്പം ഇവിടെയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ സാന്നിധ്യവും കൂടെയുള്ളതോർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവദാസന്മാരെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സഭയിലെ ദൈവജനങ്ങൾക്ക് ശാന്തതയോടുകൂടെ കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും സ്നേഹബന്ധം പുതുക്കുവാനും ഉള്ളതായിരിക്കുന്ന വിലയേറിയ അവസരമാണ് സഭയുടെ ജനറൽ കൺവെൻഷൻ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് സഭയിലെ എല്ലാ ദൈവജനങ്ങളെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഭയുടെ കൺവെൻഷൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സഭാ ട്രഷറർ PT മാത്യു അച്ഛനാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചും അച്ഛന് നമ്മോട് സംസാരിക്കും. സഭയുടെ എല്ലാ കൺവെൻഷനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ദൈവജനം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നൽകി തരുന്നുണ്ട്. ഈ വർഷത്തെയും കൺവെൻഷൻ വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നതിന് അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അനേക ആളുകൾ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കൺവെൻഷൻ തീരുമ്പോൾ അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും കൃത്യതയോടെ നിർവഹിക്കപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ വർഷത്തെ കൺവെൻഷൻ വലിയ രൂപാന്തരത്തിൻ്റെ ഒരു കൺവെൻഷനായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രതിനിധി സഭാ ഉപാധ്യക്ഷൻ ഡെന്നി എൻ മത്തായി സാറ് നമ്മോടൊപ്പം ഉണ്ട്. ഇവിടുത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തും? ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. 63ാമത്തെ ജനറൽ കൺവെൻഷൻ ഞായറാഴ്ച ആരംഭിക്കുമ്പോൾ ഒരു വചനമാര് തന്നെ ഇവിടെ ഉണ്ടാകുവാൻ, അനേകർ പിന്നോക്കം പോയി അനേകർ മടങ്ങി വരുവാനുള്ള ഒരു സാഹചര്യമായിട്ടത് മാറുവാൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനാണ് 63ാമത്തെ ജനറൽ കൺവെൻഷൻ എന്നതിന് ശേഷവും എല്ലാവരും പറയുവാൻ തക്കവണ്ണം അനുഗ്രഹപ്രദമായ രീതിയിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കൗൺസിൽ അംഗങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ. ജെയിംസ് അച്ഛൻ. 63ാമത് ജനറൽ കൺവെൻഷൻ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വചനത്തിൻ്റെ വലിയ ഒരു പ്രഘോഷണവും അതുപോലെ തന്നെ ഉണർവിൻ്റെ കാറ്റുകളും മനോഹരമായ പുതിയ ഗാനങ്ങളും ഒക്കെ പാടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് ഈ കൺവെൻഷൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കടന്നു വന്ന് സംബന്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ബാഹ്യ കേരളത്തിൽ നിന്നുള്ള കൗൺസിൽ അംഗം സണ്ണിച്ചായൻ. 63ാമത്തെ ജനറൽ കൺവെൻഷൻ നമ്മുടെ സഭയുടെ എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പോഴേ ഇവിടെ വന്ന് ഇത് കാണുവാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഒരുക്കങ്ങൾ ഇപ്പോഴേ ഇതെല്ലാം ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. സഭാ നേതൃത്വം ഇതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം പ്രോത്സാഹനം കൊടുത്ത് ഉറക്കമില്ലാതെ ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ കാലിയായിട്ട് കിടക്കുന്നു, വരും ദിവസങ്ങളിൽ ഇത് ഫുൾ നിറഞ്ഞ്
ദൈവത്തിൻ്റെ ദൈവമക്കളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഒക്കെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നോർത്ത് കേരള ഡയോസിസ് എന്നുള്ള കൗൺസിൽ അംഗങ്ങളുമുണ്ട്. AM ജോർജ് സാറ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ 63ാമത് ജനറൽ കൺവെൻഷന് ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചു വരുന്നു. ഈ കൺവെൻഷൻ ഏറെ അനുഗ്രഹകരമായി തീരട്ടെ. വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും അനേകര രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനും ആത്മീയ ഒരു ഉത്തേജനവും ഉണർവും സഭയ്ക്കും എല്ലാം ഉണ്ടാകുന്നതിനും ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മോടൊപ്പം ഗൾഫ് സിംഗപ്പൂർ ഡയോസിസിൽ നിന്നുള്ള കൗൺസിൽ അംഗം പ്രിയ സാംസൺ സാമുവൽ സാറുണ്ട്. സാറിൽ നിന്നും നമുക്ക് കേൾക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കും ദുബായുടെ പ്രദേശത്ത് നിന്ന് ഗൾഫ് ആൻഡ് സിംഗപ്പൂർ ഡയോസിസിൻ്റെ പേരിൽ കടന്നു വരുവാൻ അനുഗ്രഹീതമായ ഒരു കൺവെൻഷന് പങ്കെടുക്കുവാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. കൺവെൻഷൻ്റെ എല്ലാ ഒരുക്കങ്ങളും വളരെ ഭംഗിയായി ചിട്ടയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പത്യോപദേശ സമ്മേളനം 26-ാം തീയതി സഭാദിനത്തോടനുബന്ധിച്ചാണ് നടത്താൻ പോകുന്നത്. എല്ലാ ദൈവമക്കളും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കൺവെൻഷന്മേൽ ഉണ്ടാകണം. എല്ലാവരും ഈ കൺവെൻഷനിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാവലിൽ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയപ്രദമാക്കണമെന്ന് പ്രത്യേകമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കേട്ടുവല്ലോ, കൺവെൻഷൻ്റെ എല്ലാ ക്രമീകരണങ്ങൾ ഭംഗിയായി വരുന്നു. 26-ാം തീയതി സഭാദിനം ശുശ്രൂഷയുണ്ട്. അതോടൊപ്പം തന്നെ പത്യോപദേശ സമിതിയുടെ സപ്തതി വാർഷികവും അന്ന് നാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷകളെല്ലാം ഓർത്ത് ഏവരും പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഈ കൺവെൻഷനിൽ ആദ്യോടന്തം വന്ന് സംബന്ധിക്കുകയും ചെയ്യണമേ. നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത് നലിച്ചിത സ്വർഗീയ പിതാവേ. വളരെ നന്ദിയോടും സ്തുതിയോടും കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവേ ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തരുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ 63ാം ജനറൽ കൺവെൻഷന് വേണ്ടി ഒരുങ്ങി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ അവിടുന്ന് സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് ഞങ്ങൾ ആവലോടെ കർത്താവചന ഘോഷണത്തിനായിട്ടും കർത്താവചനം ശ്രവിക്കുവാനും അടുത്തു വരുമ്പോൾ അവിടുന്ന് സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇത് വലിയ ആത്മീയ മുന്നേറ്റത്തിന് കാരണമാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, സഭയായി ഞങ്ങളെ മുൻപോട്ട് നയിക്കണം. പ്രാർത്ഥന കേട്ടിയാൽ അങ്ങേ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ അനുഗ്രഹാശീർവാദങ്ങൾ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശേഷിച്ച 63ാമത് ജനറൽ കൺവെൻഷൻ്റെ എല്ലാവിധമായ ക്രമങ്ങളോടും ആവശ്യങ്ങളോടും ശുശ്രൂഷയോടും കൂടെ എന്നും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 63ാമത് ജനറൽ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാനായിട്ട് കടന്നു വന്ന അഭിവന്യ എബ്രഹാം ജോക്കോ തിരുമേനിയോടും സഭാ നേതൃത്വത്തോടും അതുപോലെ തന്നെ സഭാ കൗൺസിൽ അംഗങ്ങളോടുമുള്ള നന്ദി മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൾ.